സത്യസന്ധനായ സർക്കാർ ഉദ്യോഗസ്ഥനെ ചതിയിൽ കൊടുക്കാൻ ശ്രമം. ഉദ്യോഗസ്ഥന്റെ ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. PWDയിലെ ക്ലർക്കായ സുന്ദരേശനാണ് അപകടത്തിന്റെ വക്കിലെത്തിയിട്ടും രക്ഷപ്പെട്ടത്. ഇദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥനായി അറിയപ്പെടുന്ന ഒരാളാണ്. അനധികൃതമായി ബില്ല് മാറിക്കിട്ടാൻ ശ്രമിച്ച കരാറുകാരനെതിരെ ഇദ്ദേഹം ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് കരാറുകാരൻ വളഞ്ഞ വഴി നോക്കിയത്. സുന്ദരേശൻ കൈക്കൂലി ചോദിച്ചുവെന്ന് വിജിലൻസുകാരെ അറിയിച്ച കരാറുകാരൻ അവർ നൽകിയ നോട്ടുമായി ആഫീസിലെത്തുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന പണം സുന്ദരേശനെ ഏൽപ്പിക്കാനായി ഇയാൾ പലതരം കള്ളങ്ങൾ പറഞ്ഞുവെങ്കിലും സംശയം തോന്നിയ സുന്ദരേശൻ ആളുകളെ വിളിച്ചുകൂട്ടി കരാറുകാരന്റെ കള്ളത്തരം പൊളിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട്? സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കെണിയിലാക്കാൻ കള്ളന്മാരിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു കണ്ടില്ലേ? ആ ഉദ്യോഗസ്ഥനെ പോലെ ബുദ്ധിപരമായിട്ട് പെരുമാറണം. അമേ, കള്ളന്മാർ ഒന്നും രണ്ടും അല്ലല്ലോ, ഒരുപാട് പേരുണ്ടല്ലോ. അവർക്ക് പണമുണ്ട്, സ്വാധീനമുണ്ട്. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനെ കുടുക്കി പിടിക്കാൻ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല. സത്യത്തിൽ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുക എന്ന് പറയുന്നത് എത്ര പ്രയാസമുള്ളൊരു കാര്യമാണെന്നറിയാം. എന്നെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാർ അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാരെ പോലെയാണ്. ഏത് നിമിഷവും അപകടത്തിൽ ചാടാം. അതെ, പറഞ്ഞു ഒരുപാട് അങ്ങ് കൂട്ടല്ലേ. ഏതോ ഒരു ഉദ്യോഗസ്ഥനെ പറ്റിക്കാൻ ആരോ ശ്രമിച്ചു എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ നിങ്ങളൊക്കെ എന്തോ ഭയങ്കര അപകടത്തിലാണെന്ന് നിങ്ങൾ പറയല്ലേ. നിനക്ക് മനസ്സിലാവില്ല ഭാമയെ ഞങ്ങളുടെ ബുദ്ധിമുട്ട്. സത്യസന്ധനായിരിക്കുക എന്നുള്ളതാണ് ഈ ലോകത്തെ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് സത്യസന്ധനായി എന്നെ ഈ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്നത്. അപ്പൊ ശരി, മോഹനേട്ടൻ ഇവിടെ ഇരുന്ന് കുറച്ചും കൂടെ സത്യസന്ധനാവ്. എനിക്ക് അടുക്കള കുറെ പണിയുണ്ട്. സത്യസന്ധതയും പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ വിശപ്പ് മാറൂലല്ലോ, അതുകൊണ്ടാ. ആ, സത്യസന്ധമായിട്ട് ഫോൺ അടിക്കുന്നുണ്ട്. അത് മോഹനേട്ടൻ എടുക്കോ അതോ ഞാൻ എടുക്കണോ? എനിക്ക് സൗകര്യമില്ല. അതാണ്. ദേഹം അനങ്ങിയിട്ടുള്ള സത്യസന്ധതയ്ക്കൊന്നും എന്റെ മോഹനേട്ടൻ തയ്യാറല്ല എന്നുള്ള കാര്യം എനിക്കറിയാലോ. വർത്താനമാണല്ലോ സാറിന് പ്രിയ. എന്താ അങ്ങനെ പറഞ്ഞത്? ഹലോ, ആ വിദ്യ. ആ, എനിക്കറിയാം. എന്താ കേസ്? എന്നിട്ട് നീ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ചില്ലേ? അത് ശരി. എന്തായാലും പെട്ടെന്ന് ചാടിക്കയറി കേസ് ഏക്കണ്ട. ഇത്തരം കേസൊക്കെ ഏറ്റാലേ ചിലപ്പോ പുലിവാലാവും. ശരിക്കും അന്വേഷിച്ചിട്ട് മതി. എന്തായാലും ഞാനങ്ങ് വരട്ടെ. ശരി. ആ മോനേട്ടാ, സപ്ലൈ ഓഫീസിലെ രാജേന്ദ്രൻ സാറിനെ മോനേട്ടർ അറിയാമോ? ഇല്ല. എന്നങ്ങനെ ഒരാളുണ്ട്, എനിക്ക് പരിചയമുള്ള ആളാണ്. ആള് വലിയ കുഴപ്പക്കാരാണെന്ന് തോന്നിയിട്ടില്ല. ഇപ്പതാ ഒരു സ്ത്രീയുടെ പരാതി. സപ്ലൈ ഓഫീസിൽ ചെന്ന് ആ സ്ത്രീയോട് രാജേന്ദ്രൻ സാർ അപമര്യാദയായിട്ട് പെരുമാറിയുന്നു. ആളെ ഇപ്പൊ പോലീസ് പൊക്കിയിരിക്കുക. രാജേന്ദ്രൻ സാറിന്റെ അനിയൻ വിദ്യ കാണാൻ ചെന്നിരിക്കുന്നു, ചേട്ടനെ ജാമത്തിൽ ഇറക്കണമെന്ന് പറഞ്ഞിട്ട്. രാജേന്ദ്ര സാർ നിരപരാധിയാണ്, കെട്ടിച്ചമച്ച കേസാണെന്നൊക്കെയാണ് അയാൾ പറയണത്. ആയിരിക്കും. സത്യസന്ധരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൈക്കൂലി കേസിൽ മാത്രമല്ല ഇത്തരം പെണ്ണ് കേസിലും കൊടുക്കാൻ ആളുകളുണ്ടാവും. നിനക്കറിയാമോ, എന്റെ ഓഫീസിൽ വരുന്ന സ്ത്രീകളോട് ഞാനൊരു അകലം വിട്ടേ പെരുമാറും. മിക്കവാറും കാഞ്ചനയോ സ്വയം പ്രഭയോ ആ കാര്യങ്ങൾ ഏൽപ്പിക്കും. ഇല്ലേ വല്ല കള്ളക്കേസൊക്കെ ഉണ്ടാക്കിയാലോ? ഇപ്പൊ നിനക്ക് മനസ്സിലായോ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്തൊരു സാഹസത്തിലാണ് ജീവിക്കുന്നതെന്ന്? എന്തെങ്കിലും അഴിമതി കാണിച്ചാൽ അത് കേസ്. ഒരു അഴിമതിയും കാണിച്ചില്ലെങ്കിലോ അഴിമതിക്ക് കൂട്ടു നിൽക്കാത്തതിന്റെ പേരിൽ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമം. ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സമ്മതിക്കണം. രാജേന്ദ്ര സാർ എന്റെ അനുഭവത്തിൽ മാന്യനാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ മോനേട്ടാ. അയാളുടെ ശരിക്കുള്ള കയ്യിലിരിപ്പ് എന്താണെന്ന് നമുക്കറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് വളരെ ആലോചിച്ച കേസ് ഏറ്റാ മതി ഞാൻ വിദ്യയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ആലോചിക്കാൻ? ആരാണ് പോയി നോക്ക്. ആ നമസ്കാരം. നമസ്കാരം. ആരാണ്? എന്റെ പേര് പ്രസാദ്. അത് ഞാൻ കുറച്ച് പൈസ ആയിട്ട് വന്നതാ. 5000 രൂപയുണ്ട്.
വന്ന് കാര്യങ്ങൾ ഇത്രയ്ക്കായോ? പട്ടാപ്പകൽ വില്ലേജ് ഓഫീസർ വീട്ടിൽ കയറി വന്ന് കൈക്കൂലി തരാൻ ശ്രമിക്കുന്നു. ആരാ തന്നെ പറഞ്ഞു വിട്ടത്? മത്തായി സാർ. ഏത് മത്തായി സാർ? കൃഷി ഓഫീസിലെ മത്തായി സാർ. ഏത് മത്തായി സാർ ആയാലും നിങ്ങളൊക്കെ വിവരം അറിയും. നിങ്ങളൊക്കെ എന്നെ പറ്റി എന്താ കരുതിയിരിക്കുന്നത്? സത്യം പറ. വിജിലൻസ് സാർ എവിടെ? എവിടെ വിജിലൻസ് സാർ? വിജിലൻസ് സാറേ, വാ. മോനെ പ്രസാദേ, ഇത്തരം പല അടവുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. മാന്യമായി ജീവിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊടുക്കാൻ ശ്രമിക്കുന്ന തന്നെയും തന്റെ മത്തായി സാറിനെയും പോലുള്ള ദൂഷ്ടന്മാരെ വെറുതെ ഇവിടുത്തെ പ്രശ്നമില്ല. എവിടെ എവിടെ വിജിലൻസ് സാർ? വിജിലൻസ് മത്തായി സാർ പൈസ ഒന്ന് വിട്ടിരുന്നു. രാവിലെ തന്നെ കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞു. 5000 രൂപ എന്നാ പറഞ്ഞത്. ശരി, സാറിനോട് ഞാൻ അങ്ങോട്ട് വിളിച്ചോളെന്ന് പറഞ്ഞാൽ മതി. ഇതിനെല്ലാം കേടാണല്ലോ. ഇത് നോക്കാറില്ല ആരും ഇവിടെ. ഇത് മുഴുവൻ പുഴുവെട്ടി. ഞാൻ സാമൂഹിക രോഗിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കൃഷി ഓഫീസിലെ മത്തായി സാറിന് ഡ്രൈവറായി പ്രസാദ്. നല്ല പയ്യൻ. എന്തായാലും ഇന്ന് ഈ പൈസ കിട്ടി നന്നായി. ഒരുപാട് കാര്യങ്ങളുള്ളതാ. അയ്യോ, ഈ പൈസ അവളുടെ കയ്യിൽ നിന്ന് അവള് ദൂർത്തടിക്കും. അതിങ്ങ് മേടിച്ചെടുക്കണം. ഈ പൈസ നീ എന്ത് ചെയ്യാൻ പോകുന്നു? എന്തോ ഈ പൈസ നീ എന്ത് ചെയ്യാൻ പോകുന്നു? എന്തായാലും ഞാൻ സഹകരണമേ പോകുന്നുണ്ട്. അപ്പം നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പൈസ അങ്ങ് ബാങ്കിലിട്ടേക്കാം. എന്തൊരു സ്നേഹം എന്റെ മോഹനേട്ടൻ നോക്കിയേ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കാശിന്റെ കാര്യം വരുമ്പോ എന്റെ മോഹനേട്ടൻ വേറൊരാളാവും കേട്ടോ. ആ കാര്യത്തിൽ മോഹനേട്ടൻ സമ്മതിക്കണം. അതെ അതെ അതെ. രാവിലെ പത്രത്തിലാ വാർത്ത വന്നത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ പ്രസാദ് വരുന്ന വടെ മോഹനേട്ടൻ കാര്യങ്ങൾ ചോദിക്കുന്നു, പ്രസാദ് കാര്യം പറയുന്നു, മോഹനേട്ടൻ ആ പൈസ വാങ്ങി പോക്കറ്റിലെടുക്കും. അതല്ലായിരുന്നു ഇവിടെ ഉണ്ടാവുക. ഇവ പ്രസാദിനെ പരിചയമില്ല, കയ്യിലാണെങ്കിൽ കാശും. മോഹനേട്ടൻ ഒന്ന് പേടിച്ചു. ആ വാർത്ത വന്ന് എന്തായാലും എന്റെ ഭാഗ്യം. പത്രത്തിൽ വാർത്ത വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറും. വെറുതെ ഒരാള് കുറെ കാശ് കൊണ്ടതാ ഞാൻ വാങ്ങുകയില്ല. ചുറ്റുപാടും ശത്രുക്കളാ. ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമാണോ? സ്വാധീനിക്കാൻ പലരും പല രീതികൾ നോക്കും. പണം, മദ്യം, അങ്ങനെ എത്ര പ്രലോഭനങ്ങൾ ഓരോ ദിവസവും ഉണ്ടാവും അറിയാമോ? ഇതെല്ലാം നേരിട്ട് എപ്പോഴും ഇങ്ങനെ സത്യസന്ധനായിരിക്കുന്നത് എന്റെ ഒരാളുടെ ധൈര്യം കൊണ്ട് മാത്രം. ഒരു വില്ലേജ് ഓഫീസിന്റെ അവസ്ഥ ഇതാണെങ്കിൽ സത്യസന്ധരായ തകസ്താരോ കളക്ടറോ ഒക്കെ എന്തുമാത്രം പ്രയാസപ്പെടുന്നുണ്ടാവും അല്ലേ മോനട്ടാ? എന്റെ അച്ഛൻ പണ്ട് പറയുമായിരുന്നു, PSC പരീക്ഷ എഴുതി ഇവലെ സർക്കാർ ജോലി വാങ്ങിക്കാൻ. അന്ന് ഞാനതനുസരിക്കാതിരുന്നത് നന്നായി. സർക്കാർ ഉദ്യോഗസ്ഥനെ വല്ല ആയി പോയിരുന്നെങ്കിൽ പിന്നെ എന്തൊരു പ്രയാസമായിരുന്നു. ഒരു കാര്യം പറയുമ്പോ കളിയാക്കുക എന്നുള്ളത് നിന്റെ പഴയ പരിപാടിയാ. നിനക്ക് എന്റെ വില മനസ്സിലായില്ലെങ്കിലും നാട്ടുകാർക്ക് അത് മനസ്സിലാവും. എനിക്ക് അത് ഒത്ത വിളിക്കുന്നുണ്ട്. മോഹനേട്ടനെ സ്വാധീനിക്കാൻ വന്നാണോ അതോ വിജിലൻസുകാരുമായിട്ട് വന്നാണോ? സൂക്ഷിക്കണേ. ഇഷ്ടപ്പെട്ടില്ല. നമസ്കാരം സാർ. നമസ്കാരം സാർ. ബഷീറിന്റെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അടുത്ത ആഴ്ച സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കുമെന്ന് ബഷീർ എൻ്റെ അടുത്ത് പറഞ്ഞു. ബഷീർ പറഞ്ഞില്ലെങ്കിലും അതെനിക്കറിയാം. നാളെ രാവിലെ വന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞോളൂ. വലിയ ഉപകാരം സാറേ. നമസ്കാരം. എന്താണ് കൈ നിറയെ പൈസയാണല്ലോ, എന്താണ് പരിപാടി? ഫീസ് കിട്ടിയതാണ് ഉത്തമ. അത്യാവശ്യം കേസും ഫീസും ഒക്കെ ഉള്ള ഒരു വക്കീലാണല്ലോ ഞാൻ, അല്ലേ? പക്ഷെ മോഹനന്റെ ഒരു കാര്യമാണ് കേട്ടോ കഷ്ടം. ഒന്ന് സത്യസന്ധനായിട്ട് ജീവിക്കണമെങ്കിൽ എന്തുമാത്രം പ്രയാസമാണെന്നുള്ള ഒരു ഉത്തമ അറിയാമോ? ഉദാഹരണത്തിന് മോഹനേട്ടൻ ഒരു വില്ലേജ് ഓഫീസർ. ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാണല്ലോ. പലവിധ പ്രലോഭനങ്ങളുമായിട്ട് പലരും ഓഫീസിൽ കയറി വരും. ചിലര് കാശുമായിട്ട് വരും, ചിലര് മദ്യവുമായിട്ട് വരും. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവരെയൊക്കെ ഒഴിവാക്കണമെങ്കിൽ ചില്ലറ ചങ്കൂറ്റം മതി ഉത്തമാ. മോഹനയുടെ സാറിന്റെ കാര്യത്തില് സാറിന് നല്ല ഭയങ്കര ചങ്കൂറ്റമാണല്ലോ. എത്ര ആളുകളാണെന്നോ ഓരോ ദിവസം എന്നെ വിളിച്ചിട്ട്, ഉത്തമ നമ്മുടെ വില്ലേജ് ഓഫീസർ മോഹനയുടെ സാറിനെ സ്വാധീനിക്കാനായിട്ട് എന്താ ഒരു വഴി എന്ന്. അപ്പൊ ഞാൻ പറയും, മോഹനയുടെ സാറിന് കൈക്കൂലി കൊടുക്കുന്നതിനേക്കാളും എളുപ്പം കടലിലെ വെള്ളം ഇങ്ങനെ കുടിച്ചു വെറ്റിക്കുന്നതാണെന്ന്. അതെനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ മോഹനേട്ടന്റെ ശരിക്കുള്ള പ്രയാസം അതല്ല ഉത്തമ. കൈക്കൂലി തരുമ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ നമ്മളെ കെണിയിൽപ്പെടുത്തി കൈക്കൂലിക്കാരനാക്കാൻ നോക്കില്ലേ?
അത്തരത്തിലൊരു സംഭവം ഇന്നത്തെ പത്രത്തിലുണ്ട്. ചിലര് സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ പെണ്ണ് കേസി കൊടുക്കും, ചിലര് അപവാദ പ്രചരണം നടത്തും. അത് കറക്റ്റാണ്. അതെ, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്താ? നമ്മുടെ യോഹന്നാൻ കോൺട്രാക്ടർ എന്തോ ആവശ്യത്തിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ ചെന്നിരുന്നു. അത് ഞാൻ അറിഞ്ഞു സാറേ. അത് ഈ യോഹന്നാൻ കോൺട്രാക്ടർ എന്നെ കണ്ടപ്പോ ചോദിച്ചു, കെ മോഹനയുടെ സാറിനെ ഇങ്ങനെ വളയ്ക്കാമെന്ന്. ഞാൻ പറഞ്ഞു നടക്കൂലെന്ന്. ഉടനെ പുള്ളിക്കാരൻ എന്റെ അടുത്ത് പറയാണ്, ഉത്തമ, ഈ വിദേശത്തുനിന്ന് കൊണ്ടുവന്ന ഒരു 1-ാം തരം വിസ്കി ഇരിപ്പുണ്ട്, അതിൽ നിന്നൊരു കുപ്പി എടുക്കട്ടെ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ്, ഈ മോഹനയുടെ സാർ അടിമുടി ഗാന്ധിയനാണ്, മദ്യം കൈകൊണ്ട് തൊടൂല എന്ന്. ഉടനെ അങ്ങേര് പറയാണ്, ഓ അതൊക്കെ പല കുടിയന്മാരെ നമ്പരാ, പരസ്യമായിട്ട് കുടിക്കൂല, പക്ഷെ വീട്ടിൽ ഇരുന്ന് കുടിക്കും, പിന്നെ പുറത്തിറങ്ങി മദ്യവിരോധം പറയുകയും ചെയ്യും എന്ന്. ഞാൻ അപ്പോഴും യോഹന്നാൻ കോൺട്രാക്ടർ എടുത്ത് തീർത്ത് പറഞ്ഞു, സാർ കുടിക്കൂല എന്ന്. അപ്പൊ യോഹന്നാൻ കോൺട്രാക്ടർ വീണ്ടും എൻ്റെ അടുത്ത് പറയാണ്, ഉത്തമ, മോഹനൻ സാറിന്റെ വീട്ടിൽ പോയി നോക്കി കഴിഞ്ഞാൽ സത്യം അറിയാം, വീട്ടിൽ ഇഷ്ടം പോലെ കുപ്പി അടുക്കി വെച്ചിട്ടുണ്ടെന്ന്. എന്നിട്ടെന്ത്, പുള്ളിക്കാരെ അങ്ങനെ എന്നെ ഒന്ന് തീർത്ത് പറഞ്ഞു. ഒരു ദിവസം എന്നെ ആ വീട്ടിൽ കയറി പരിശോധിക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ എത്ര കുപ്പി വേണമെങ്കിലും ഞാൻ കണ്ടുപിടിച്ചു തരാം ഉത്തമ എന്ന്. എങ്കിൽ പിന്നെ യോഹന്നാൻ കോൺട്രാക്ടറോട് ഇങ്ങോട്ട് കയറി വരാൻ പറ. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ബാക്കി കാര്യം. സാറേ, അതൊക്കെ ഓരോരോ വട്ടന്മാര് വട്ട് പറയുന്നതല്ലേ, നമ്മളെന്തിനാ അതൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നേ? അപ്പൊ ബഷീറിനോട് നാളെ വരാൻ പറയട്ടാ സാറേ? തീർച്ചയായും. ഓഹോ, വലിയ ഉപകാരം സാർ. ശരി വക്കീലേ. നീ എന്ത് തീരുമാനിച്ചു? എന്താ മോനട്ടാ ഈ പൈസയുടെ കാര്യം? ഞാൻ സഹകരണമായി പോകുന്നുണ്ട്. മോനട്ടാ, പക്ഷെ ഈ പൈസ കൊണ്ടുപോകുന്ന കരുതുകയേ വേണ്ട. അല്ല, നിന്റെ സംസാരം കേട്ട തോന്നുമല്ലോ ഞാൻ ഈ പൈസ കൊണ്ട് ധൂർത്തടിക്കാൻ പോവുകയാണെന്ന്. ഞാനിതുകൊണ്ട് ബാങ്കിലിടുന്ന കാര്യമല്ലേ പറഞ്ഞത്. മോഹനേട്ടൻ എങ്ങനെ പൈസ ഒന്നും വെറുതെ കളയില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ തൽക്കാലത്തേക്ക് തരാൻ പറ്റൂല, എനിക്കിതുകൊണ്ട് ആവശ്യമുണ്ട്. ഭാമേ, എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഞാനും ഇതുപോലെ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് ചെലവാക്കിയിരുന്നെങ്കിലോ? നമുക്ക് ആവശ്യത്തിന് പണം ഇപ്പോൾ ഉള്ളത് ഞാനിതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നുണ്ടല്ലേ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ അനാവശ്യമായിട്ട് 1 രൂപയെങ്കിലും ചെലവാക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? എന്റെ പ്രായത്തിലുള്ള മിക്കവാറും പേര് വല്ലപ്പോഴും ഒക്കെ മദ്യപിക്കാറുണ്ട്. പക്ഷെ ഞാനോ ഇന്നതുവരെ മദ്യപിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് വലിയ വിശേഷമൊന്നും ഉണ്ടായില്ലല്ലോ. യോഹന്നാൻ കോൺട്രാക്ടർ പറഞ്ഞ കാര്യം ഉത്തം പറഞ്ഞ മോഹനേട്ടൻ കേട്ടായിരുന്നല്ലോ. മോഹനേട്ടൻ ബ്രാൻഡി വീട്ടിൽ വാങ്ങിച്ചു വെച്ച് കുടിച്ചോണ്ടിരിക്കാന്ന്. അത് സത്യമല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ യോഹന്നാൻ കോൺട്രാക്ടർ പറയുന്നത് വിശ്വസിക്കാനും ആളുകളുണ്ടാവും. അതല്ലേ ഇവിടുത്തെ പ്രശ്നം. പോയിട്ടാ ഫോൺ എടുക്ക, ഞാനത് തേച്ചു വെക്കട്ടെ. ചെല്ല്. ഹലോ, മോഹനകൃഷ്ണൻ സാറല്ലേ? അതെ സാർ, ഞാൻ യോഹന്നാനാ. സാർ എത്ര മണിക്ക് ഓഫീസിൽ പോകുന്നത്? എന്താ കാര്യം? എനിക്ക് സാറിനെ നേരിട്ട് കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആഫീസ് കാര്യത്തിനാണെങ്കിൽ ആഫീസിൽ വരണം. അല്ല സാർ, ഒരു വ്യക്തിപരമായ കാര്യമാണ്. ശരി, ഞാൻ 9:38 ഇവിടെ നിന്ന് പുറപ്പെടും. അതിന് മുൻപേ വന്നാൽ കാണാം. തേടിയ വള്ളിക്കാല് ചുറ്റിയെന്ന് നീ കണ്ടിട്ടുണ്ടോ? അയ്യോ ഇല്ലല്ലോ, കാലൊന്നും ചുറ്റിട്ടില്ലല്ലോ. കുറച്ച് കഴിയുമ്പോ ചുറ്റും. യോഹന്നാൻ കോൺട്രാക്ടർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എന്നെ പറ്റി അയാൾ പറഞ്ഞ തോന്നിവാസങ്ങൾക്കെല്ലാം ഇന്ന് ഞാൻ എണ്ണി സമാധാനം പറയിപ്പിക്കും. മോഹനകൃഷ്ണൻ സാർ ആരാണെന്ന് യോഹന്നാൻ കോൺട്രാക്ടർ അറിയാൻ പോകുന്നതേ ഉള്ളൂ.
എന്താ അത്? കുപ്പി. ബ്രാൻഡി, മദ്യം. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. എന്താ? നമ്മുടെ യോഹന്നാൻ കോൺട്രാക്ടർ എന്തോ ആവശ്യത്തിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ ചെന്നിരുന്നു. നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ അറിഞ്ഞു സാറേ. അത് ഈ യോഹന്നാൻ കോൺട്രാക്ടർ എന്നെ കണ്ടപ്പോ ചോദിച്ചു, കെ മോഹനയുടെ സാറിനെ ഇങ്ങനെ വളയ്ക്കാമെന്ന്. ഞാൻ പറഞ്ഞു നടക്കൂലെന്ന്. ഉടനെ പുള്ളിക്കാരൻ എന്റെ അടുത്ത് പറയാണ്, ഉത്തമ, ഈ വിദേശത്തുനിന്ന് കൊണ്ടുവന്ന ഒരു 1-ാം തരം വിസ്കി ഇരിപ്പുണ്ട്, അതിൽ നിന്നൊരു കുപ്പി എടുക്കട്ടെ എന്ന്. മദ്യം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിറകെ യോഹന്നാൻ കോൺട്രാക്ടർ വന്ന് കുപ്പി കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. എങ്ങോട്ട്? ഇങ്ങോട്ടല്ലേ? എന്റെ അമ്മേ, അമ്മേ, എവിടുന്ന് വന്ന്? വരരുത്. ഇല്ല, അടിക്കരുത് പ്ലീസ്. സുശീലൻ. സുശീലനോ? ഇമാതിരി വേണ്ടതിന് കാണിക്കുന്ന പേരൊക്കെ സുശീലൻ. ചേട്ടാ, ഞാനത് അറിയാതെ. ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് എന്താ വേണ്ടത് അറിയില്ലല്ലേ? ഇല്ല. ഇന്ന് തന്നെ പോലീസിൽ പിടിപ്പിച്ചിട്ട് വായിക്കാൻ. പോലീസോ? നടക്ക് പോലീസ് സ്റ്റേഷനിലേക്ക്. എന്തിന് ചേട്ടാ? ഉപദ്രവിക്കരുത്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഒരക്ഷരം വേണ്ട വിവരം അറിയണേ. ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. അല്ല, പോലീസ് സ്റ്റേഷനിലേക്കാണോ? അതെങ്ങോട്ടാണ് ഞാൻ തീരുമാനിക്കും. യോഹന്നാൻ കോൺട്രാക്ട് വരുമ്പോ നീ അവിടെ ഉണ്ടാവണം. അല്ല, ഈ യോഹന്നാൻ കോൺട്രാക്ട് എന്തിന്? ചേട്ടാ, ഞാൻ കാല് പിടിക്കാൻ അറിയാതെ ചെയ്തു പോയതാ. വീട്ടിലെത്തുന്നത് വരെ വഴിയിൽ കാണുന്ന ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നല്ല അടിക്കരുത്, ഞാൻ ഒരു പാവമാണ്. എന്താണ്? ചേട്ടാ, വെറുതെ എന്തിനാ വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ചു വരുത്തുന്നത്? പ്രത്യേകിച്ച് സ്ത്രീകളെ. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ചേട്ടാ? എന്തിന്റെയൊക്കെ ആവശ്യമുണ്ട്, എന്തിന്റെയൊക്കെ ആവശ്യമില്ല എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ആവശ്യമില്ലാത്ത സംസാരിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചേട്ടാ, ഇത്തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഒരിക്കലുമല്ല.
സത്യസന്ധരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പറ്റി അനാവശ്യം പറയാനും ചെയ്യാനും ഒക്കെ കൂട്ടു നിൽക്കുന്ന തന്നെ പോലുള്ളവരൊക്കെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. അയ്യോ ആഹാ. ചേട്ടാ ഞാൻ എന്താ മോനേട്ടാ? ഇങ്ങോട്ട് ഇറങ്ങി വാ. വരാൻ പറഞ്ഞ വാ. വാ. ഇയാള് ഇല്ല ഞാൻ പോയില്ല. എന്താണ് ഇത് സുശീലൻ. അതെ, പക്ഷെ നമസ്കാരം. പേരിൽ മാത്രമേ സുശീലൻ എന്നുള്ളൂ. കയ്യിലിരിപ്പ് വളരെ മോശമാണ്. എന്താ വെച്ചാ പറ മോനേട്ടാ. ആ കൂടെടുക്കാൻ സൂക്ഷിച്ച്. ഇനി അതിനകത്ത് എന്താണ് എന്ന് നോക്ക്. കുപ്പി. എന്ത് കുപ്പി? എന്ത് കുപ്പിയാണെന്ന് മോനോട്ട് കണ്ടൂടെ? ഇതിനകത്ത് മദ്യമാണ്. എവിടെ പോയി? കുറച്ചു മുമ്പ് ഇതിനകത്ത് മുഴുവൻ മദ്യമായിരുന്നല്ലോ. അതെ പറ, ഇതിനകത്ത് മദ്യം എവിടെ? നീ എന്ത് കുടിച്ചാ? എന്താണ് മോനോട്ടെ പറയുന്നത്? മനസ്സിലായില്ലേ? കുറച്ച് മുമ്പ് ഉത്തമം വന്നപ്പോ പറഞ്ഞ ഓർമ്മയില്ലേ? യോഹന്നാൻ കോൺട്രാക്ടർ പറഞ്ഞത് എന്റെ വീട്ടിൽ വന്ന് നോക്കുമ്പോ മദ്യക്കുപ്പി കാണുമെന്ന്. അത് കഴിഞ്ഞ് അയാൾ ചെയ്തെന്നറിയാമോ? എന്താ? ഈ നിൽക്കുന്ന സുശീലിന്റെ കയ്യിൽ അയാൾ മദ്യക്കുപ്പി കൊടുത്തു വിട്ടു. എന്നിട്ട് എന്നെ ഫോൺ ചെയ്ത് ഞാൻ കൊണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തിനാ അയാൾ വരുമ്പോ ഈ കുപ്പിയോടെ കാണുമല്ലോ. അതോടെ ഞാനൊരു കള്ളുകുടിയാണെന്നുള്ള കാര്യം അയാൾക്ക് നാട്ടുകാരോട് പറയാലോ. ഈ സുശീലൻ ഈ കുപ്പിയോടെ കൊണ്ടുവച്ചിട്ട് പോകുന്നത് ഞാൻ കണ്ടതാ. ചേട്ടാ ചേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്നെ പറഞ്ഞു വിട്ടത് യോഹന്നാൻ കോൺട്രാക്ടർ ഒന്നും അല്ല, വിജയനാ. എന്റെ മോനോട്ട പാല് വിൽക്കുന്ന വിജയൻ. ആ വിജയൻ എന്നും പാല് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടല്ലേ പോകുന്നത്. ഞാനെടുത്ത് അകത്ത് കൊണ്ടുപോയി പാല് പാത്രത്തിൽ ഒഴിച്ച് കുപ്പിയോട് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും. ഞാനേ വിജയന്റെ അളിയനാ. അളിയൻ ചോദിച്ചു ഈ പാൽ ഇവിടെ കൊണ്ടുവന്ന് തരാമോന്ന്. ഒരുപാട് സ്റ്റെപ്പുള്ള വീടാണ്, സ്റ്റെപ്പ് കയറി ചെന്ന് ഗേറ്റിനെടുത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. കുറച്ചു മുന്നേ ഞാൻ കുപ്പി എടുത്തോണ്ട് പോയി പാൽ ഒഴിച്ചു വെച്ചിട്ട് ഇത് തിരിച്ചിവിടെ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു. അതിലിപ്പോ എന്താ പ്രശ്നം? ഓഹോ അത് ശരി. അപ്പൊ ഇതിനാണോ ചേട്ടൻ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത്? ഞാൻ കരുതി ഞാൻ വഴിയിൽ നിന്ന് മൂത്രം ഒഴിച്ചതിനായിരിക്കുമെന്ന്. അത് കൊള്ളാലോ, ഒരു ഉപകാരം ചെയ്തത് ഇപ്പൊ പ്രശ്നമായോ? ദേ തൽക്കാലം ഞാൻ പോകുന്നു. ശരിക്കും ചേട്ടന്റെ കാരണക്കുറ്റിക്കൊന്നും തരിക വേണ്ടത്. ഈ കുപ്പി കൊണ്ടുവന്നില്ലേ? ഇല്ല, ഇത് പുഴുങ്ങി ഈ ചേട്ടന് തിന്നാൻ കൊടുക്ക്. വിശപ്പ് മൂക്കുമ്പോഴാ ഇത്തരം പരിപാടികൾ കാണിക്കുന്നത്. കുപ്പിയൊന്നും കഴിക്കാറില്ല. ഇയാളെയൊക്കെ എന്താ മോഹന്റെ ഉദ്ദേശം? ഞാൻ കളഞ്ഞു തീർന്നല്ലോ. മോഹന്റെ മട്ടാണ് വരുന്നത് എന്നെ കൂടെ നാണക്കെടുത്തണോ? കഴിഞ്ഞ 3 കൊല്ലമായിട്ട് വിജയൻ പാല് കൊണ്ടുവന്ന് വെക്കുന്ന ഇവിടെയാണ്. മോഹന്റെ വരെ അത് കണ്ടിട്ടില്ലേ? ഞാൻ പെട്ടെന്ന് വിജയനായിരുന്നു ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. അടിയിൽ പറഞ്ഞു ആരെങ്കിലും പറഞ്ഞ വിജയൻ വെച്ചിട്ടുണ്ടോ? എന്ത്? ഒന്നുമില്ല. ഓടി ക്ഷണിച്ചതല്ലേ? വിജയൻ കൊടുത്തു വിട്ട് ബ്രാൻഡി കൊണ്ടുണ്ടാക്കിയ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടുക്കട്ടെ. എല്ലാറ്റിനെയും സംശയിച്ചുകൊണ്ട് ആർക്കും ജീവിക്കാനാവില്ല. പക്ഷേ അത്തരം സാധാരണ ന്യായങ്ങൾ വില്ലേജ് ഓഫീസർക്ക് മനസ്സിലാവില്ലെന്നതാണ് കഷ്ടം. എന്തായാലും മദ്യപാനി എന്ന പേര് വീഴാതെ രക്ഷപ്പെട്ട മോഹനകൃഷ്ണന്റെ ഭാഗ്യത്തിൽ ആശ്വസിച്ച് ഇന്നത്തേക്ക് വിടാം.